വിഭാഗത്തിന്റെ നാലാമത്തെ ബന്ധമില്ല. അഞ്ചാമത്തേത് ബുദ്ധി ഉണ്ടായിരിക്കണം. ബുദ്ധിയുടെ ബന്ധമില്ല. ഇത് പ്രവർത്തിക്കുന്നതായിരിക്കണം. കഴിവുണ്ടായിരിക്കണം. ഈ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഇത് ഹജ്ജുണ്ടാകിയാൽ അതിനൊരു വഴിയായി മറ്റൊന്ന് മുതലാകാൻ സാധ്യമല്ല. ഈ എല്ലാ വാക്കുകളിലും കഴിവുണ്ടാവണം. ചെയ്യുന്ന ഇഹ്റാം മീഖാത്തിൽ ഇങ്ങനത്തെ ഇഹ്റാം ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ ഇഹ്റാം ചെയ്യുന്നു ചെയ്തിരിക്കണം. ഈ ചെയ്യുന്ന ഇഹ്റാം അത് മീഖാത്തിൽ നിന്നാണ്. ഇനി ഇസ്തിതാഅത്തിൽ എന്ന് പറഞ്ഞ 2 രൂപത്തിലുണ്ട്. രണ്ടാമത്തേത് സ്വശരീരം കൊണ്ട് നേരിട്ട് ചെയ്യുക, അതൊരു കഴിവ്. അറഫയിൽ മറ്റൊരു കഴിവ് മറ്റൊരാളോട് നിൽക്കുമ്പോ രാത്രിയുടെയും പകലിന്റെയും എന്ന് പറഞ്ഞാൽ മറ്റുള്ളതൊക്കെ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞതുപോലെ പകൽ എന്നിട്ട് മാത്രം പോന്നാൽ പോരാ, രാത്രി പകലുമായിരിക്കണം എന്നതുപോലെ അഭിപ്രായം. ബുദ്ധി ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് മുഖ്യമന്ത്രി ഫേസ് ലാപ്പാണ്. കഴിവ് വേണം. കഴിവ്. നാലാമത്തേത് ഒന്ന് ഞാൻ പെരുന്നാളിനും അയ്യാമത്ത് വിരിയിക്കുന്ന ദിവസങ്ങളിലും ഗംഭകളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അഞ്ചാമത്തേത് ശാരീരികമായി വ്യാപകമായിട്ടുള്ള. ആറാമത്തേത് അഭിപ്രായം ഈ മൂന്നാം എങ്കിൽ വിശദീകരിക്കുന്ന 6 വാജിബാത്തുകളാണ്. മക്കയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് മക്കയിൽ പോയി ഹജ്ജിനാണെങ്കിൽ താമസം ഒഴിവാക്കണം എന്നീ പറഞ്ഞവരോട് ഹജ്ജ് നിർബന്ധം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. കാരണവശാൽ ശാരീരികമായി കഴിവില്ല. അതിലേക്ക് പരിഹാരം പ്ലെയിനിൽ കയറാൻ പറ്റില്ല. നേരെ മറിച്ച് ആളുകൾ ഇതങ്ങനെ കടമായി നാം അവർക്ക് ഹജ്ജ് നിർബന്ധമില്ല. ഇതാണ് മറ്റുള്ള നാട്ടിലുള്ള എല്ലാ നാം ചെയ്യുന്ന നല്ല കാര്യങ്ങളും എല്ലാ സൗകര്യമുണ്ട്. പക്ഷെ വഴി സൗകര്യം ഇല്ല. ഇതല്ലാത്ത മറ്റു കാര്യങ്ങൾ മുഴുവനും ഇവന്താണ് ഉന്നതികളാ. ഹജ്ജ് നിർബന്ധം ഇല്ല. കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിനെന്ത് ചെയ്യണ്ട. ഒന്നായിട്ടില്ല. മറ്റൊരാളെ മറ്റൊരാളെ വെച്ചുകൊണ്ട് ഹജ്ജ് നിർബന്ധം. നമ്മൾ പറഞ്ഞ 5 നിന്ന് ഒന്നാമത്തേത് നിയ്യത്താണ്. പെട്ടെന്ന് പറഞ്ഞു പോവാണ്. വിശദമായിട്ട് ഇഹ്റാം എന്ന ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളങ്ങനെ ആ തുണി എടുക്കുകയാണ്. ഞാൻ ഇഹ്റാം കിട്ടിയ ഇഹ്റാം കിട്ടിയതിനെ പറ്റിച്ചാൽ ഇഹ്റാം കെട്ടുകയല്ല. അതിന് ഡ്രസ്സുണ്ടല്ലോ നമ്മള് ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ് ഇഹ്റാമിനെ മനസ്സിലാക്കുക. അല്ല ഇഹ്റാം എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞത് കാണാം. മുഖ്യമായ അമലുകളും സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ നിയ്യത്ത് വളരെ വാർദ്ധക്യ സഹജമായ. അപ്പോ ഈ നിയ്യത്തിലേക്കാണ് ഇഹ്റാം എന്ന്. വാഹനങ്ങളിലോ മറ്റുള്ളവരിൽ ഹജ്ജാണെങ്കിൽ ഹജ്ജ്, ഉംറയാണെങ്കിൽ ഒരിക്കലും ഈ ലോകം മനസ്സിൽ കയറ്റുക. ഇരിക്കണോ വേണ്ടേ ചിലപ്പോൾ. കാരണം സംബന്ധിച്ച് ശരിക്കും നിർബന്ധമാണ് എന്നുള്ള പണ്ഡിതന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഹാബ് ശരിക്കും സുന്നത്താണ്. നബീത്തുൽ ഹജ്ജ وأحرمت به لله تعالى لبيك اللهم لبيك لبيك لا شريك لك إن الحمد والنعمة لك لا شريك لك. هذا التلبية ചെല്ലണം. കാരണം നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരോടുകൂടി അഭിപ്രായം വ്യത്യാസമായി രക്ഷപ്പെടാൻ വേണ്ടി നിയ്യത്ത് വസ്ത്രവും തൽബിയത്ത് ചൊല്ലിയിരിക്കാൻ പൂർത്തിയാവുമ്പോ അതിനാണ് കൂലിയും കൂടി ഇഹ്റാം എന്ന് പറയുന്നത്. ഇവർക്ക് ആരിൻ എന്ന് പറയും. രണ്ടാമത്തേത് അപ്പോൾ ഇഹ്റാം ഹജ്ജിനാണെങ്കിൽ ഹജ്ജിന്, ഉംറക്കാണെങ്കിൽ ഉംറക്ക്. ഇങ്ങനെ 3 രൂപമാണ് പ്രധാനം. ഇവിടെ ഇഹ്റാം ചെയ്യുമ്പോൾ അതിൽ ഇഹ്റാമിന് നമ്മൾ പറഞ്ഞ ആദ്യത്തെ രൂപങ്ങൾ ഹജ്ജിന് ഇഹ്റാം ചെയ്തു, പിന്നെ ഉംറ നിർവഹിച്ചു. വർഷത്തിൽ അയാളെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല. ഒന്ന് മുത്തമത്തി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പറഞ്ഞ ഇഹ്റാം എന്ന് പറയും. ആദ്യം ഒരു വ്യക്തിയുമ്പോൾ മക്കയിൽ നിന്ന് ഹാജ് പറഞ്ഞ പിന്നീട് ഹജ്ജ് ചെയ്യുമ്പോൾ ആദ്യം ഹജ്ജ് അവന്റെ മീഖാത്തിലേക്കോ ഹജ്ജിന്റെ മീഖാത്തിലേക്കോ മടങ്ങണം. അങ്ങനെ ഹജ്ജ് ആ വർഷം നിർവഹിച്ചെങ്കിൽ അതും നിർബന്ധമാവും. ഹജ്ജ് കൊടുക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു എന്ന് പറഞ്ഞ അവർക്ക് വേണ്ടിയിട്ട് അഭിപ്രായം അനുസരിച്ച്
ഇതിന് നമ്മളുടെ ജിദ്ദയിലെ സ്ഥലങ്ങളിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് ഇതിന് ഇഫ്രാദ് അജ്നബികൾക്ക് അറവ് നിർബന്ധമാകുന്നതാണ്. മറ്റൊന്ന് ഇതാണ് മുത്തമത്യ. മുത്തമത്യ എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ മഹറാമിൽ ആദ്യം ചെയ്യാം. അങ്ങനെ പറഞ്ഞു ഹജ്ജിന്റെ ഉംറകളാണ് വിരമിച്ച് പിന്നീട് അതേ വർഷം ഹജ്ജിനായിട്ട് ഇറാൻ ചെയ്യും. ഇതിന് മുത്തമത്യ എന്ന് പറയും. മറ്റു രൂപം കാര്യം രണ്ടും കൂടി ഒന്നിച്ച് അന്വരിപ്പിക്കുന്നത്. അതായത് ഹജ്ജിനും ഉംറക്കും വേണ്ടി രണ്ടിനും കൂടി ഒറ്റ നിയ്യത്ത് ചെയ്യാം. ഹജ്ജ് ഉംറയും കൂടി ഒറ്റ ഇഹ്റാം ചെയ്യാൻ നിയ്യത്ത് ചെയ്യാം. എന്നിട്ട് ഹജ്ജ് ചെയ്യലോട് കൂടിയിട്ട് ചക്കട്ടപ്പമായാലും കിട്ടിയെന്ന് പറഞ്ഞ മാതിരി കൂട്ടത്തിൽ കൂടി എന്തിട്ടും ഹജ്ജ് പൂർത്തിയാവുമ്പോ അതോട് കൂടിയിട്ട് ഉംറയുടെ കൂലിയും കൂടി ലഭിക്കും. ഇവനക്ക് കാര്യം എന്ന് പറയും. അന്വരിപ്പിച്ചവൻ രണ്ടും കൂടി ഒന്നിച്ച് അന്വരിപ്പിച്ച ആള് എന്ന് പറയും. ഇങ്ങനെ 3 രൂപമാണ് പ്രധാനപ്പെട്ട രൂപങ്ങൾ ഉള്ളത്. അതിൽ ഇഫ്രാദ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ രൂപം, ആദ്യം ഹജ്ജിന് ഇറാൻ ചെയ്തു, പിന്നെ ഉംറ നിർവഹിച്ചു ആ വർഷത്തിൽ, അയാളെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല. മുത്തമത്യ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പറഞ്ഞ സെക്ഷനിലെ ആള് ആദ്യം ഒരു വ്യക്തി അവന്റെ മീഖാത്തിൽ നിന്ന് വരുമ്പോൾ ആ മീഖാത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ ഈ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു വന്നു, ഉംറ പൂർത്തീകരിച്ചു, മക്കയിൽ നിന്നു. മക്കയിൽ നിന്ന മനുഷ്യൻ പിന്നീട് ഹജ്ജിന് ഇഹ്റാം ചെയ്യുമ്പോൾ അവന്റെ മീഖാത്തിലേക്കോ സമദൂര മീഖാത്തിലേക്കോ മടങ്ങണം. മടങ്ങിയിട്ടില്ലെങ്കിൽ അറവ് നിർബന്ധമാവും, ഫിദിയ കൊടുക്കൽ നിർബന്ധമാവും. ഖാരി എന്ന് പറഞ്ഞ ആൾക്കും മുഅ്തമദായ അഭിപ്രായം അനുസരിച്ച് വസനിയല്ലാത്ത സൗദികളല്ലാത്ത നമ്മളുടെ ജിദ്ദയിൽ പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് അജ്നബികൾക്ക് ഖാരിക്കും അറവ് നിർബന്ധമാകുന്നതാണ്. ഇതാണ് അതിന്റെ രൂപം. അപ്പോ ഇഹ്റാമിൽ ഇങ്ങനെ 3 രൂപങ്ങൾ ഇഹ്റാമിൽ ചെയ്യാം. അപ്പൊ ഈ ഇഹ്റാം നമ്മൾ പറഞ്ഞു ഹജ്ജിന്റെ റുക്നാണ്. ഈ ഇഹ്റാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യൻ ഇങ്ങനെ ഒരു ഹജ്ജില്ല, അല്ലെങ്കിൽ ഉംറ